ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ആര്യ വരാൻ ലേറ്റ് ആയി. പിന്നെ അവള് വന്നതിന് ശേഷം എല്ലാവരും കൂടി നടന്നിട്ടാണ് പോയത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, SDA ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സായിബാബയിലേക്കാണ് പോയത്. പിന്നീട് അതിനുശേഷം ഞങ്ങൾ പറക്കോട്ടുകാവിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും നടന്ന് ക്ഷീണിച്ചു. ചൂട് കാരണം. അങ്ങനെ തൊഴുത് കഴിഞ്ഞപ്പോഴാണ് ഈ ആൽത്തറയിൽ വെച്ച് പല്ലീനെ കണ്ട ഭാഗ്യാന്ന് ആര്യയുടെ അമ്മ പറഞ്ഞത്. അപ്പൊ ആര്യ കാര്യമായിട്ട് ഇവിടെ പല്ലീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ശിവേലി പോകുന്നുണ്ടായിരുന്നു. പിന്നെ തൊഴുത് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം നടന്നതിന്റെയും ചൂടിന്റെയും ക്ഷീണം കാരണം ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. അതിനുശേഷം സരസ്വതി ദേവിയുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. തൊഴുത് ഇറങ്ങണ സമയത്ത് അപ്പോഴാണ് ശ്രീലക്ഷ്മി അവിടെ ചുമരിൽ ചെവിയോർത്ത് നിന്ന് കഴിഞ്ഞാൽ സരസ്വതി ദേവിയുടെ വീണയുടെ ശബ്ദം കേൾക്കാന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാന്നാ പറഞ്ഞേ. അപ്പൊ തൊഴുത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇന്ന് വ്യാഴാഴ്ച ആയത് തന്നെ സായിബാബയിൽ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ അവരെല്ലാവരും അങ്ങോട്ട് പോവാ പറഞ്ഞു. അങ്ങനെ അവിടേക്കും പോയി.